എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. വടാട്ടുപാറ പലവൻപടി പുഴയിലാണ് സംഭവം. ലാൽ കൃഷ്ണ വിവരങ്ങളുമായി. ലാൽ, ആരൊക്കെയാണ് വിദ്യാർത്ഥികളെന്ന് തിരിച്ചറിഞ്ഞോ? ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമല്ലേ? തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പെരിയാറിലാണ് ഈ കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തേക്ക് വരുന്നത്. പല്ലവൻപടി എന്ന് പറയുന്നത് കോതമംഗലം നഗരത്തിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്ക് കയറിയ ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് വനപ്രദേശത്തോട് ചേർന്ന ഒരു മേഖല കൂടിയാണ്. കുട്ടികളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് എന്നറിഞ്ഞിരുന്നു. അതിനെ തുടർന്ന് കോതമംഗലത്തു നിന്നുള്ള ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അടക്കം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ ഏത് ഭാഗത്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. പൊടിയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു വിദ്യാർത്ഥികൾ എന്ന കാര്യം മാത്രമാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നീരൊഴുക്ക് വലിയ ശക്തമായിരുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴയെ തുടർന്ന് പല മേഖലകളിൽ നിന്നുള്ള വെള്ളവും പെരിയാറിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പുഴയിൽ സ്വല്പം വെള്ളത്തിന്റെ അളവിൽ മാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല, ഭൂതത്താൻകെട്ട് ഡാം അടക്കം അടഞ്ഞു കിടക്കുന്നതിനാൽ മേൽത്തട്ടിലുള്ള പ്രദേശങ്ങളിൽ വെള്ളം കുറച്ച് കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ ഊർജിതമാക്കാനാണ് ഫയർഫോഴ്സിന്റെ തീരുമാനം. അഗ്നിരക്ഷാ സേനയോടൊപ്പം പരിചയസമ്പന്നരായ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിലവിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത്. എറണാകുളം കോതമംഗലത്താണ് 3 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടുവെന്ന വാർത്ത വരുന്നത്. വടാട്ടുപാറ പലവൻപടി പുഴയിലാണ് സംഭവം. അവർ കുളിക്കാൻ ഇറങ്ങിയതാണ്. നീരൊഴുക്ക് ശക്തമല്ല, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് കുറച്ച് വെള്ളമുണ്ട് പുഴയിൽ എന്നതാണ്. ഏതായാലും കുട്ടികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നു. സ്കൂബ ടീം എത്തിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.